അള്ളാഹ് കൊടുക്കാത്ത കഴിവ്, അള്ളാഹ് അങ്ങനെ ആർക്കും കഴിവ് കൊടുത്തിട്ടില്ല. ആരെവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം നൽകാം പറ്റുന്ന വിധം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. അല്ലാഹു അങ്ങനെ കൊടുക്കൂല ഒരാൾക്ക് കഴിവ്. എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം നൽകാം. അതുകൊണ്ട് വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാതെ ഉത്തരം നൽകും എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല. മുഹീദ്ദീൻ ശൈഖ് പറയൂല അത്. അത്രയും മാത്രം വിവരക്കേട് മുഹീദ്ദീൻ ശൈഖിനില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും മുഹീദ്ദീൻ ശൈഖിനോട് വിളിച്ചു ചോദിച്ച് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചിട്ട് മക്കയുടെ പരിസരത്ത് എന്നിട്ട് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക, കളങ്കമില്ലാതെ, ഒരു രൂപത്തിലും അതിനകത്ത് കളങ്കമില്ലാതെ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുക. ഒഫി കൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ ധാരാളം ദൈവങ്ങൾ ഉണ്ടായിരിക്കെ, നിന്റെ മനസ്സിൽ അള്ളാഹുവിന് പുറമെ ഒരുപാട് ഇലാഹുണ്ടായിരിക്കെ പിന്നെ നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുക. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കുല്ലു ഷൈഇൻ, നീ അവലംബിക്കുന്ന, നീ ആശ്രയിക്കുകയും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് നീ മനസ്സിൽ സൂക്ഷിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളാണ്. എത്ര കൃത്യമാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. നീ ആശ്രയിക്കാം, അവലംബിക്കാം, അദൃശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, മാല പോയത് എവിടെയെന്ന് പറഞ്ഞു തരും, രോഗം മാറ്റും, എവിടെയെങ്കിലും പറമ്പിൽ കൊണ്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭാവിയിൽ ആ വീട്ടിൽ ആരെങ്കിലും മരിക്കുമോ എന്നൊക്കെ ഉള്ള കാര്യം അയാൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് വിളിച്ച് സഹായം ചോദിക്കുക എന്ന് പറയുക അവരെ അള്ളാഹുവിന് പുറമെ ഇലാഹാക്കലാണ്, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പോലും നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകൾ കുടിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര വസ്തുതാപരമാണത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, നിന്റെ കൽബിൽ ശിർക്കുണ്ടായിരിക്കെ നീ നാവ് കൊണ്ട് തൗഹീദ് പ്രഖ്യാപിക്കുന്നത് നിനക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല എന്നാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നൊക്കെ നമ്മൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫതഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ആ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എവിടെ നിന്ന് വിളിച്ചാൽ ഉത്തരം തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതത്തെ, നമ്മൾ വിശ്വസിക്കുന്ന കേന്ദ്രാശയമായ ഈ തൗഹീദിൽ കളങ്കം ചേരാതെ നമ്മൾ നോക്കണം. അത് പ്രഖ്യാപിക്കുന്ന ഒരിടമാണ് ഹജ്ജ്. അതിൻ്റെ അമരക്കാരനെ അനുസ്മരിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അറഫയിൽ നിന്നുകൊണ്ട് നാളെ മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിനോടാണ് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, എവിടെ നിന്ന് പോയ ഏതൊരു മനുഷ്യനാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഇവർ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ, ഇവർ നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ വിളിച്ചു പ്രാർത്ഥിച്ച ആരോടെങ്കിലും അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കൂലല്ലോ. എന്തെങ്കിലും ഒരു സഹായം ചോദിക്കോ? നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ കെട്ടഴിച്ച് വെക്കുന്നത് ആരുടെ മുമ്പിലാണ്? ഏതെങ്കിലും ഔലിയായിൻ്റെ മുൻപിലാണോ? ഏതെങ്കിലും മറ്റാരുടെയെങ്കിലും മുൻപിലാണോ? അല്ല, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ്റെ മുൻപിലാണ് വെക്കുന്നത്. എന്നിട്ട് അതും കഴിഞ്ഞ് ഫ്ലൈറ്റും കയറി നാട്ടിലേക്ക് വരുമ്പോൾ പിന്നെ അഴിച്ചു വെക്കുന്നത് വേറെ ഒരുപാട് ആളുകളുടെ മുമ്പിലായാൽ എങ്ങനെയാണത് ശരിയാവുക? അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധാന്തങ്ങൾ അതും ഗൗരവമായി നമ്മൾ പറയേണ്ടതാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് സിദ്ധാന്തങ്ങൾ വാരിപ്പുണരുമ്പോൾ, രാഷ്ട്രീയ ആശയങ്ങൾ വാരിപ്പുണരുമ്പോൾ ഇത് തൻ്റെ പ്രഖ്യാപനത്തിനും പ്രതിജ്ഞക്കും എതിരാണോ എന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. താൻ ഏതൊരാശയം മുന്നോട്ട് വയ്ക്കുമ്പോഴും, താൻ ഏതൊരു സിദ്ധാന്തത്തിൻ്റെ വാക്താവായി കൊടിപിടിക്കുമ്പോഴും താൻ ഈ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന തൗഹീദിന് അത് എതിരാകുമോ എന്ന് സൂക്ഷ്മ വിശകലനം നടത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ വാക്താവും പ്രയോക്താവുമായി മാറാൻ നമ്മൾ നിൽക്കാവൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പിടിച്ച കൊമ്പും പോകും, ചവിട്ടിയ കൊമ്പും പോകും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടാതെ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.